ലച്ചേച്ചി, കുറെ നേരമായി വന്നിട്ട്. ഇല്ലടി, ഇപ്പൊ എത്തിയിട്ടേ ഉള്ളൂ. എന്തൊക്കെയുണ്ട് വിശേഷം? പ്രത്യേകിച്ച് എന്തടി, അങ്ങനെ പോകുന്നു. അല്ല, നിന്റെ വിശേഷം എന്താ? അങ്ങനെ പോകുന്നു. വീടും ഓഫീസ്, വീട് ഓഫീസ്. ആ, നീ ജോബിന് കയറിയില്ലേ? അല്ല, അപ്പൊ നീ PG ഡിസ്റ്റൻസ് ആയിട്ടാണ് ചെയ്യുന്നേ? ആ, അതേ നടക്കൂ. ഇനിയും വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ വയ്യ. ഫീസും എന്റെ ചെലവൊക്കെ ഇതിൽ പോവും. ആ, അതേതായാലും നന്നായി. അല്ല, ഇപ്പൊ എന്തേ എന്നെ കാണണമെന്ന് പറഞ്ഞേ? ആ, കുറച്ചായല്ലോ കണ്ടിട്ട്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തോ അല്ലാതെ ലച്ചേച്ചി വരൂലെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ എന്നെ ഫോൺ വിളിച്ചാൽ മതിയല്ലോ. എന്തേ, എന്തേലും പ്രശ്നമുണ്ടോ? ആവണി, അത് പിന്നെ എന്താ ലച്ചേച്ചി കാര്യം? ആവണി, സച്ചിയൊക്കെ നാട്ടിലേക്ക് വരുന്നുണ്ട്. നീ അറിഞ്ഞോ? ലച്ചേച്ചി, സത്യാണോ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്റെ പൊന്നു ലച്ചേച്ചി, ഈ സന്തോഷ വാർത്ത പറയാനാണോ ഇത്രയും ടെൻഷൻ അടിച്ചു നിന്നേ? എന്റെ ആവണി, നീ സന്തോഷിക്കാൻ വരട്ടെ. സച്ചി നാട്ടിലേക്ക് വരുന്നേ എന്തിനാന്നറിയാം നിനക്ക്? അവന് മാത്രമല്ല, അവന്റെ പാരന്റ്സും വരുന്നുണ്ട് അവന്റെ എൻഗേജ്മെന്റ് നടത്താൻ. വാട്ട്? സച്ചിയുടെ എൻഗേജ്മെന്റോ? ഇല്ല ലച്ചേച്ചി, എന്തോ പ്രാങ്ക് ചെയ്യാം. അല്ലടി, ഞാൻ സീരിയസ് ആയി പറയാം. പ്രാങ്ക് ആണെങ്കിൽ ഞാൻ നിന്നെ വിളിച്ച് പറഞ്ഞാ പോരെ? ഇത്രയും റിസ്ക് എടുത്ത് നിന്നെ ഇങ്ങോട്ട് വിളിച്ച് ഇത് പറയേണ്ട ആവശ്യം എനിക്കുണ്ടോ? നിനക്ക് തോന്നുന്നുണ്ടോ ഈ വിഷയമൊക്കെ ഞാൻ പ്രാങ്കായി അവതരിപ്പിക്കുമെന്ന്? ആവണേ, എനിക്ക് നിന്നെ സമാധാനിപ്പിക്കാൻ കഴിയുമെന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഇനി നീ ഇതറിഞ്ഞില്ലെങ്കിൽ അതും പ്രശ്നം. അവൻ നാളെ എത്തും. ആന്റിയുടെ ഫ്രണ്ടിന്റെ മോളാ. അവിടെ നീ ഇങ്ങനെ കരയാതെ. സച്ചി ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. അവനെ വിളിച്ചപ്പോ എനിക്ക് കിട്ടിയില്ല. എന്തായാലും ആ എൻഗേജ്മെന്റ് നടക്കൂല. വേണ്ടില്ല ചേച്ചി, അവർക്കൊക്കെ താല്പര്യമാണെങ്കിൽ അത് നടന്നോട്ടെ. അതാ നല്ലത്. സച്ചേട്ടനും അതാ നല്ലത്. ഞങ്ങൾ മിഡിൽ ക്ലാസ് ഫാമിലിയാ. അവനെ നീ എന്തൊക്കെയാ പറയുന്നേ? നിനക്കറിയാലോ സച്ചിക്ക് നിന്നെ എത്രമാത്രം ഇഷ്ടാന്ന്. അവനെ ആ വിവാഹത്തിന് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എത്ര വർഷമായിടി നിന്നെ അവൻ സ്നേഹിക്കുന്നേ. എന്നിട്ടും നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഒന്നുമില്ല ചേച്ചി, എനിക്കിപ്പോ തോന്നാ ഇതൊക്കെ നല്ലതിനായിരിക്കുമെന്ന്. എന്ന് വെച്ചാ നീ ആദ്യം നിന്റെ കരച്ചിലൊന്ന് നിർത്ത്. എനിക്ക് വിഷമൊന്നുമില്ല. സച്ചേട്ടനെ ഓക്കെ ആണെങ്കിൽ അത് നടക്കട്ടെ. എനിക്ക് എന്താ അവനെ പറഞ്ഞു മനസ്സിലാവട്ടെ? അപ്പോ നിങ്ങളുടെ റിലേഷൻ വെറും ടൈം പാസ് ആയിരുന്നോ? അങ്ങനെ ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞേ ആ വിവാഹം നടക്കരുതെന്നേ. അല്ല, ഇനിയിപ്പോ നീ പറയും പോലെ സച്ചി വേറെ വിവാഹം ചെയ്ത് എന്നിട്ട് നീ എന്താ ചെയ്യുന്നേ? അതൊന്നും എനിക്കറിയില്ല. അതാണ് ഞാൻ പറയുന്നേ, എന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നൊന്നും എനിക്കറിയത്തില്ല. സച്ചിയുടെ സ്ഥാനത്ത് വേറെ ആരെയും ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. നിനക്ക് സച്ചിയെ മറക്കാൻ പറ്റുമോ? പറ. ലച്ചേച്ചിയോട് ആരാ ഈ വിവരം പറഞ്ഞേ? എന്നെ ദേവ് വിളിച്ചിരുന്നു. അവൾ പറഞ്ഞു അവളേച്ചിയെ പെട്ടെന്ന് കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കണമെന്ന്. പിന്നെ തുമ്പിയും ഇതറിഞ്ഞിട്ടുണ്ട്. എങ്ങനെ ചേച്ചി ഫേസ് ചെയ്യാന്നുള്ള ബുദ്ധിമുട്ട് കാണും. പേടിക്കണ്ട അവനെ, ഞങ്ങളൊക്കെ അല്ലേ കൂടെ. നിന്റെ സച്ചിയെ നിനക്ക് തന്നെ കിട്ടും. പിന്നെ ഇതൊക്കെ നിന്നോട് പറയണം പെട്ടെന്ന് എനിക്ക് തോന്നി. അവര് വരുമ്പോ ഇതൊക്കെ പറയുമ്പോ പെട്ടെന്ന് നിനക്ക് ഷോക്ക് ആവേണ്ടല്ലോ. ഇത് നേരത്തെ അറിഞ്ഞാല് ആ ഷോക്ക് ഒന്ന് കുറക്കാലോ. ഇതൊക്കെ പറഞ്ഞെന്ന് കരുതി നിന്റെ സച്ചി അവളെ മാരേജ് ചെയ്യാനൊന്നും പോവൂല. അവന്റെ പ്രാണനാ നീ. ഇപ്പോഴും ആ പൊട്ടിപ്പെണ്ണ് തന്നെ നീ. അത് തന്നെ ഞങ്ങളെ സച്ചിക്ക് നിന്നെ ഇഷ്ടപ്പെടാനുള്ള കാരണം. ഞങ്ങളെ സച്ചിയുടെ പെണ്ണായി ഞങ്ങളുടെ കുടുംബത്തേക്ക് വരേണ്ട ആളാ. നിനക്ക് തോന്നുന്നുണ്ടോ ഞങ്ങൾ അങ്ങനെ നിന്നെ വിട്ടുകൊടുക്കുന്ന വേറെ ആർക്കെങ്കിലും? അങ്ങനെ നീ രക്ഷപ്പെടേണ്ട. നാത്തുമ്പോരൊക്കെ നല്ലതുണ്ടാവും നിനക്ക്. ഒന്ന് പോ ചേച്ചി. ഇപ്പോ ഹാപ്പി ആയില്ലേ? ഒട്ടും പേടിക്കണ്ട, ഞങ്ങളൊക്കെ കൂടെ ഉണ്ടാവും. ഇക്കാര്യം പറയുമ്പോ ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഒക്കെ ഇപ്പൊ മാറി. അപ്പോ അവരൊക്കെ വരുമ്പോ ഇനി പേടിക്കണ്ട കേട്ടോ. പെട്ടെന്ന് അവരോട് പറയാൻ കഴിയത്തില്ലല്ലോ. അപ്പോ കുറച്ച് ഡേയ്സ് കഴിഞ്ഞിട്ട് ഇത് അവതരിപ്പിക്കുള്ളൂ. അപ്പോ 4-5 വർഷങ്ങൾക്ക് ശേഷം നിന്റെ കാമുകൻ വരികയാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്റെ കൂടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടൻ എന്നെ പ്രപ്പോസ് ചെയ്തു. എന്നിട്ട് ചേച്ചി ചിരിക്കല്ലേ? ഇല്ല, നീ പറ. ഹൈസ്കൂളില് എന്റെ സീനിയർ ആയിരുന്നേ. അന്ന് എന്റെ പുറകെ ചെറുതായി നടക്കായിരുന്നു. അതൊക്കെ പോട്ടെ, അതൊന്നല്ല ഇവിടുത്തെ വിഷയം. അവന്റെ വീട്ടിൽ പറഞ്ഞ് അവന്റെ എന്റെ അച്ഛനെ വിളിച്ചിരുന്നേ. ഇതൊക്കെ എപ്പോ? എന്നിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞ് ഇപ്പൊ നോക്കണ്ടാന്ന്. പക്ഷെ എനിക്ക് പേടിയായിപ്പോ. നീ സച്ചിയോട് പറഞ്ഞോ? ഇല്ല, സച്ചി ബിസിനസ് ടൂറിലൊക്കെയല്ലേ, അപ്പോ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് കരുതി. അത് നന്നായി. അല്ലെങ്കിൽ അപ്പൊ തന്നെ അവിടുന്ന് വന്നേനെ. അവനോട് പറയുമ്പോ സൂക്ഷിക്കുകയും വേണം. അവനെ പോയി തല്ലുകയും ചെയ്യും. അല്ല, ഈ പറഞ്ഞ ആളെങ്ങനെ? കുഴപ്പമൊന്നുമില്ല. ഇതറിഞ്ഞപ്പോ തന്നെ അച്ഛനും ഒന്ന് അന്വേഷിച്ചിരുന്നു. പക്ഷേ വലിയ ഡിസ്റ്റർബാ. എനിക്കിപ്പോ ഓഫീസിൽ പോകാൻ തന്നെ തോന്നത്തില്ല. എന്തായാലും നാളെ സച്ചി എത്തല്ലോ, നമുക്ക് സംസാരിക്കാം ഇക്കാര്യം. പിന്നെ
ഇതൊക്കെ വീട്ടിൽ പറഞ്ഞ് നിങ്ങൾ എൻഗേജ്മെന്റ് വേഗം സെറ്റാക്കാം. അല്ലാതെ തന്നെ പ്രപ്പോസൽസ് വരുന്നുണ്ട് ആന്റി എന്നോട് പറഞ്ഞിരുന്നേ. ഇനിയും ഒരുപാട് വൈകിക്കേണ്ട. സച്ചിയുമായുള്ള എൻഗേജ്മെന്റ് കഴിഞ്ഞ പിന്നെ ഒരു ആശ്വാസ. എന്നാ വാ നമുക്കൊരു കോഫി കുടിച്ചിട്ട് പിരിയാം. ശരി. അല്ല ഇനി എന്നാ അങ്ങോട്ട് വരുന്നേ? മൂപ്പരിപ്പോ ഒരു സ്ഥലം വരെ പോയിരിക്കുക ബിസിനസിന്റെ ആവശ്യത്തിന്. വന്നാ അങ്ങോട്ട് ആക്കിക്കണം. ഇപ്പോ വെക്കേഷൻ അല്ലേ, പിള്ളേരൊക്കെ കാണും വീട്ടില്. അല്ല സംസാരത്തിന്റെ ഇടയിൽ വിട്ടുപോയി, കല്ലുമോളെന്തേ? എന്റെ ഈശ്വരോ, എന്റെ മോളെ ഞാൻ മറന്നല്ലോ. അവള് അമ്മന്റെ അടുത്തുണ്ട്. അവക്ക് പിന്നെ അച്ഛമ്മനെ കിട്ടിയാ മതി. അവളെ കൂട്ടിയ പിന്നെ എനിക്ക് വിശദമായി സംസാരിക്കാൻ പറ്റൂലെന്ന് കരുതി അതാ വീട്ടിൽ നിർത്തി പോന്നെ. അല്ല ഒരു വയസ്സാവാനായില്ലേ? പിറന്നാളാവാനായില്ലേ? അതെ, നെക്സ്റ്റ് വീക്കാ. വീട്ടിൽ വെച്ച് കഴിക്കാന്ന് കരുതി. അപ്പോ നിങ്ങൾക്കും കൂടാൻ നല്ല സുഖാണല്ലോ. അത് നന്നായി. എന്നാ നമുക്ക് പോയാലോ? ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല, ചൂടെടുത്ത് മരിക്കും നമ്മൾ. കോഫി വേണ്ട ഈ ചൂടത്ത്, നമുക്ക് ജ്യൂസ് കുടിക്കാം. അത് ഞാനും പറയാതിരിക്കുമായിരുന്നു. ഈ ചൂടത്ത് കോഫിയുടെ കുടിച്ചാലേ ഊരിക്ക് പോകും നമ്മള്. അവനി നിനക്ക് എന്താ വേണ്ടേ? എന്തായാലും കുഴപ്പമില്ല. എന്നാ നമുക്ക് 2 ചിക്ക് പറയാലേ? കഴിക്കാനെന്താ? സാൻഡ്വിച്ചോ ബർഗറോ അങ്ങനെ എന്തെങ്കിലും? ഒന്നും വേണ്ട. ഇനിയിപ്പോ വീട്ടിൽ പോയ ഫുഡ് കഴിക്കാനായില്ലേ? അതും ശരിയാ. ജ്യൂസ് കുടിച്ച് വേഗം പോവാ. അല്ല അവിടെ വീട് പൊളിച്ച് പന്തലാക്കി കാണും. പ്രകൃതിയൊക്കെ ഉണ്ടല്ലേ, പിന്നല്ലാതെ. അതൊക്കെ സഹിക്ക. എന്ത് വാശിയാന്നറിയാവക്ക്. ചേച്ചി പോലെ തന്നെ. ഇനിയിപ്പോ എന്നെ പറയാലോ. എന്താ അർജുൻ? അവനി വന്നില്ലേ? എനിക്കൊന്നും അറിയൂല. അല്ല ഇതുവരെ കണ്ടില്ല. അവളെ ഫ്രണ്ടിനെ ഒന്ന് മീറ്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതാവും ലേറ്റ് ആവുന്നേ. ഫ്രണ്ടോ? ബോയ് ആണോ ഗേൾ ആണോ? അതൊന്നും എനിക്കറിയൂല. നീ അവളെ ഫ്രണ്ടില്ലേ? നിനക്കൊന്ന് വിളിച്ചു നോക്കിയൂടെ? നിനക്കെന്താ പ്രശ്നം? അവളെ ഫ്രണ്ടിനെ കാണുന്നതിന് നിനക്കെന്താ കുഴപ്പം? അല്ല ഏത് ഫ്രണ്ടാന്ന് അറിയാലോ. പറഞ്ഞത് കേട്ടാ തോന്നും അവൾ എല്ലാ ഫ്രണ്ട്സിനെയും നിനക്ക് അറിയാന്ന്. ഹൈസ്കൂൾ മാത്രല്ലേ നീ അവളെ കൂടെ ഉണ്ടായിട്ടുള്ളൂ. അവക്ക് അത്ര ഫ്രണ്ട്സ് ഒന്നുമില്ല, എനിക്കറിയാം. എന്നാ പിന്നെ നീ ഇത്രക്ക് ടെൻഷൻ ആവുന്ന എന്തിനാ? ഞാൻ നിന്നോട് പറഞ്ഞോ എനിക്ക് ടെൻഷൻ ഉണ്ടെന്ന്? എന്റെ വരുൺ, നീ ഒന്ന് പോയേ. അല്ലെങ്കിൽ 100 കൂട്ടം ജോലി ഏൽപ്പിച്ചിട്ടുണ്ട് എന്നെ മാനേജർ. പറഞ്ഞ ടൈമിന് ജോലി ചെയ്യണേ, അല്ലെങ്കിൽ എങ്ങനെ തന്നെ ഇരിക്കും. എല്ലാ ഭാരവും ഒപ്പം വന്ന് വീയും. അല്ല മോന് വർക്കൊന്നുമില്ലേ? എന്നെ പഠിപ്പിക്കാൻ വന്നേക്കുന്നേ. ഞാൻ എന്റെ ജോലി കൃത്യസമയത്ത് ചെയ്യാറുണ്ട്, നിന്റെ പോലെ അല്ല. ഇത്രയും സമയം ഞാൻ സഹിച്ചു നിന്നേ. ഇനി എന്നെ കളിയാക്കിയല്ലുണ്ടല്ലോ. കളിയാക്കിയാ നീ എന്താ ചെയ്യാ? എന്താ ഇവിടെ പ്രശ്നം? അങ്ങോട്ട് ചോദിച്ചു നോക്ക്. എന്താണ് തനിക്ക് പ്രശ്നം? എനിക്കെന്താ പ്രശ്നം? താനെന്തിനാ ഇവിടുന്ന് വഴക്ക് കൂടുന്നേ? ഞാൻ താൻ വന്നില്ലെന്ന് ചോദിച്ച് അത്ര തന്നെ. ഞാൻ വന്നില്ലെങ്കിൽ തനിക്കെന്താ? താനെന്തിനാ എന്നെ അന്വേഷിക്കുന്നേ? നമ്മളൊരു ഓഫീസിലല്ലേ വർക്ക് ചെയ്യുന്നേ, അപ്പോ ഓഫീസിലൊരാള് മിസ്സിക്കാണെങ്കിൽ നമ്മൾ ചോദിക്കൂലേ? അങ്ങനെ താൻ എന്നെ അന്വേഷിക്കണ്ട. എന്നിട്ട് ഇതിനു മുമ്പ് പലരും ലീവ് എടുത്തിട്ടുണ്ട്. അവരെയൊന്നും അന്വേഷിക്കുന്നേ ഞാൻ കണ്ടില്ലല്ലോ ഇതുവരെ. അത് പിന്നെ താൻ കണ്ടിട്ടുണ്ടാവൂല. അവിടെ നിന്നെ മാനേജർ അന്വേഷിച്ചിരുന്നു. ഇനി എന്ത് പണിയാണാവോ തരാൻ പോകുന്നത്? അല്ല അവിടെ നീ ഏത് ഫ്രണ്ടിനെ കാണാൻ പോയേ? അതെന്തിനാ താൻ അറിയുന്നേ? ജസ്റ്റ് ചോദിച്ചെന്നുള്ളൂ. എന്നാ ചോദിക്കണ്ടേ? ഒരു കാന്താരി തന്നെ. ഈശ്വര, എന്നെ നീ തന്നെ കാത്തോളണേ. ഇവിടെ ഞാൻ വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ പൊറപ്പിക്കും? അവിടെ വരെ എത്തിയില്ലേ കാര്യങ്ങള്? എന്തായാലും ഞാനല്ലേ അവളെ വിവാഹം ചെയ്യൂ. നോക്കി നിന്നോ, ഇപ്പൊ കിട്ടും. ഇനി നോക്കിക്കോ. എന്റെ മോനെ, നിനക്കറിയാത്ത പലതുമുണ്ട്. അവളെ സച്ചിയുടെ പെണ്ണാ. ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെ അവളെ ഞാൻ സ്നേഹിക്കുന്നേ. അവള് ഞാൻ അറിയാത്തതൊന്നല്ലല്ലോ, എന്റെ കൂടെ ഹൈസ്കൂളിൽ ഉണ്ടായിരുന്നു. പിന്നെയല്ലേ അവന് വിദേശത്തോട്ട് പോയേ. അന്ന് മുതലേ അവര് പ്രണയത്തിലാന്ന് എനിക്കറിയാം. പക്ഷെ അവളെയെ ഞാൻ അവന് വിട്ടുകൊടുക്കൂല. പിന്നെ വിട്ടുകൊടുക്കൂലെന്ന് പറയാൻ നിന്റെ കയ്യിലല്ലേ അവള്? നിന്നോട് വാദിക്കാൻ എനിക്ക് വയ്യ. എനിക്ക് കുറെ ജോലിയുണ്ട്, ഞാൻ പോവാ.